ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. മാറ്റത്തോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് ബുദ്ധി. എത്ര പ്രതികരിക്കാൻ തോന്നുമ്പോഴും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്നാണ് ക്ഷമ. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രം ഒരു നാൾ ശത്രുവുമായേക്കാം. മനസ്സിനെ ശക്തിപ്പെടുത്തുക, എന്നാൽ തീരുമാനങ്ങളും ശക്തമാക്കും. ഒരാളുടെ സൗമ്യമായ സ്വഭാവം അവൻ്റെ ബലഹീനതയല്ല, മറിച്ച് അവൻ്റെ മൂല്യങ്ങളാണ്. എത്ര വയസ്സായി എന്നതല്ല പ്രധാനം, എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഭയക്കണം ശത്രുവിനെയല്ല, മുഖംമൂടിയണിഞ്ഞ് മുന്നിലെത്തുന്ന മിത്രത്തെ. ഈ ലോകത്തിൽ രണ്ടേ ജ്യോതിഷികൾ മാത്രമേയുള്ളൂ. മനസ്സ് മനസ്സിലാക്കുന്ന അമ്മയും ഭാവി അറിയുന്ന പിതാവും. എല്ലാം പഠിക്കുന്നത് മാത്രമല്ല അറിവ്, വേണ്ടാത്ത ചിലത് അവഗണിക്കുന്നതും വളരെ നല്ലൊരറിവാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ശാന്തതയിലും നിശബ്ദതയിലും ലഭിക്കുന്ന സന്തോഷം പരാതി പറയുന്നതിലും കലഹങ്ങളിലും കിട്ടുന്നില്ല. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഓർക്കുക, നാളെ ഈ കുറവുകൾ നിങ്ങൾക്കും വന്നേക്കാം.